പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർ സ്റ്റേറ്റ് യാത്രയാണ്. കുറെ നേരം നമ്മുടെ രണ്ട് സൈഡിലും മറ്റേ കാപ്പിത്തോട്ടമായിരുന്നു. ഞങ്ങൾ എങ്ങോട്ടാണ് നെക്സ്റ്റ് ഡേ പോയെന്ന് കാണുന്നത്. ഹായ്, ഞങ്ങൾ അങ്ങനെ ഇന്ന് പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർ സ്റ്റേറ്റ് യാത്രയാണ്. വിളിക്കില്ലേ, സസ്പെൻസ് വിളിക്കില്ലേ. അപ്പോൾ ഞങ്ങളിന്ന് പോകാൻ പോകുന്നത് കുശാൽ നഗറിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ചാർജ് ചെയ്തപ്പോൾ മുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മാളുണ്ട്. ആ മാളിൽ ഗോവിച്ചിലെ ചാർജ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ ചാർജ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിനകത്ത് കാണിക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ അടുത്തത് മറ്റേ താമരശ്ശേരി ചുരം കയറി അങ്ങനെ കൽപ്പറ്റ ബത്തേരി വഴി അങ്ങനെ ബത്തേരിയില്ലെന്ന് കൽപ്പറ്റ വഴി അങ്ങനെ കയറിയിട്ട് പോകാൻ പോവാം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ചാർജിങ്ങിലോട്ട് നിർത്തിയിരിക്കുകയാണ്. സോ കം ലെറ്റ്സ് ഗോ. You are the one I'm certain, only one that I'll be holding when you're loving me, you're loving me. ഒരു പുതപ്പും വലിയ ആവശ്യം വരുമെന്ന് അത് എടുത്തതാ. പുതപ്പും കുറച്ച് ഇങ്ങനെ ആക്കി കിടക്കുന്നുണ്ട്. നല്ല സുഖമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ കഴിച്ചത് പുട്ട്, അപ്പം, മട്ടൻ കറി, പിന്നെ പാലും അതുപോലെ തന്നെ കോഫി ഓർഡർ ചെയ്ത് കുടിച്ചു. അങ്ങനെ ഞങ്ങള് താമരശ്ശേരി ചുരം കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്തു. ഈ അടിപൊളി സ്പോട്ടിലേക്ക് വരാൻ പോകുന്നു. അടിപൊളി സ്പോട്ടിലേക്ക് കേറാൻ പോകുന്നു. ഗയ്സ്, നിങ്ങൾ ഈ വീഡിയോ കാണണം. സ്പേസ് വേണ്ട, നല്ല സ്പേസ് വരും. പനമരം. ഓക്കെ, പനമരത്തിൽ നിന്ന് ഞങ്ങള് ലഞ്ച് കഴിച്ചപ്പോൾ ചാർജ് ചെയ്തു, ഫുഡ് കഴിച്ചു. യെസ്, അതിനേക്കാൾ മുമ്പ് നെസ്റ്റോ കയറിയായിരുന്നു. ഞങ്ങളത് വീഡിയോ എടുത്തില്ല. ചിക്കൻ നമ്മളൊരു ഫുൾ ചിക്കനും പിന്നെ കുബൂസും മേടിച്ചു. യെസ്, അത് കഴിച്ചു. ചാർജ് ചെയ്യുന്ന സമയത്ത് വണ്ടിയിലിരുന്ന് കഴിച്ച് ഞങ്ങളിപ്പോ ഇങ്ങനെ കുശാൽ നഗർ ലൊക്കേഷനിൽ ഫുൾ കാടാണ്. രണ്ട് സൈഡ് മൊത്തം തേക്കിന്റെ കാടാണ്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. പലയിടത്ത് ബോർഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടൊന്നുമില്ല, പക്ഷേ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പീസ്ഫുൾ വഴി, വലിയ തിരക്ക് വർഷമൊന്നുമില്ല. കുറെ നേരം നമ്മുടെ രണ്ട് സൈഡിലും മറ്റേ കാപ്പിത്തോട്ടമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് തേക്കും തോട്ടമാണ്, തേക്കും കാടാണ്. അപ്പൊ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് പതുക്കെ പോവാം. നല്ല സ്ഥലം, അടിപൊളി സ്ഥലമാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഏകദേശം ഒരു 83 കിലോമീറ്ററും കൂടെ ഉണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. ഇവിടെ അത്യാവശ്യം കോഫി ഷോപ്പ്, പിന്നെ ഈ കോഫി പ്ലാന്റേഷൻ വിസിറ്റിന്റെ സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. പ്ലാന്റേഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാം. അതിനുള്ള കുറെ സംഭവങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ട്. റൈറ്റ് സൈഡ് മുഴുവൻ കാടാണ്. ഞങ്ങൾ ആക്ച്വലി കൂർഗിനെ പോയിക്കൊണ്ടുള്ളത് കല്യാണത്തിന് കൂടാനാണ്. തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സെഞ്ചുറി കൂടെയാണ് ഞങ്ങളിപ്പോ പോകുന്നത്. ഇത് നല്ലൊരു കാമാൻകോട്ട് ഏരിയ. കാരണം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞ എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും ഭയങ്കര റഷ് ആയിരിക്കും. മനുഷ്യന്മാർ തിരക്കാറ് നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് വണ്ടി ഓടിച്ച് പോകാൻ കാണാനൊന്നും പറ്റില്ല. ഇവിടെ നിന്ന് പറയുമ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. റോഡൊക്കെ ഫുൾ കാലിയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുവരെ നല്ലൊരു റോഡാണ്. എവിടെയും ബ്ലോക്കോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല. താമരശ്ശേരി ചുരത്തിൽ ഫുൾ വൺ വേ ആണ്, ഹൈവേ ഒന്നും ഇല്ല. ടു സൈഡ് അല്ല, സിംഗിൾ റോഡാണ്. അത് കാരണം കുഴപ്പമൊന്നുമില്ല, തിരക്കുറവുള്ളത് കുഴപ്പമില്ല.
ഇവിടെ ഒരു വൈൽഡ് ലൈഫ് സെഞ്ചുറി കാണാം. ഒരു ടൈഗർ റിസർവ് ഉണ്ടെന്ന് തോന്നുന്നു. യെസ്, ഇതിന്റെ അകത്തോട്ട് കൂടി നമുക്ക് പോവാൻ തോന്നും. അങ്ങനെ ഞങ്ങള് കേരള കഴിഞ്ഞിട്ട് ഞങ്ങള് വണ്ടി എടുത്തിട്ട് ആദ്യമായിട്ട് തമിഴ്നാട് കേരളം മാത്രമേ EV പോയിട്ടുള്ളൂ. ഞങ്ങളുടെ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ഞങ്ങൾ ആദ്യമായിട്ട് 3ാമത്തെ സ്റ്റേറ്റ് കർണാടകത്തിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ 10ാമത്തെ ഡിസ്ട്രിക്റ്റ് ആണ് 10ാമത്തെ ഡിസ്ട്രിക്റ്റ് ആണ് വയനാട്. ഇനി 4 ഡിസ്ട്രിക്ട് കൂടെ പോകാനുണ്ട് അല്ലേ? നമ്മുടെ EV വണ്ടി എടുത്തിട്ട് കേട്ടോ, ഇലക്ട്രിക് വെഹിക്കിളുള്ള ഡ്രൈവില്. അപ്പൊ നമ്മളിപ്പോ നേരെ കയറിയിരിക്കുന്നത് എവിടെയാണ്? കർണാടക സ്റ്റേറ്റിലെ കുട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും 2 ചാർജ് ചെയ്താൽ മതി എന്നാണ് തോന്നുന്നത് അല്ലേ? 2 ചാർജ് ഫുൾ ചാർജ് ചെയ്തില്ല. ഫുൾ ചാർജ് വന്നില്ല. ഒരു ഫുൾ ചാർജ് അല്ലേ? പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി കറക്റ്റ് 50,000 കിലോമീറ്റർ ഓടി കേട്ടോ. ഒരു 2 കൊല്ലം ആവുന്നേ ഉള്ളൂ. ഒരു 1.5 കൊല്ലം കൊണ്ട് തന്നെ നമ്മൾ 50,000 കിലോമീറ്റർ, അതും കർണാടകത്തിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. നമ്മുടെ വണ്ടി 50,000 കിലോമീറ്റർ കവർ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ 5:30 കുശാല നടത്തി. നല്ലൊരു ഉറക്കമെല്ലാം കഴിഞ്ഞ് ഇന്ന് രാവിലെ എണീറ്റ് ഇന്ന് വൈകുന്നേരം ബാക്കി മധുരവെപ്പ് ചടങ്ങുകളൊക്കെ ഉണ്ട്. അതിനെ പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇനി ബാക്കി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഇതിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ആടി ഉറക്കം. Chasing the horizon with you. I don't need to look no further. You are the one I'm certain. Only one that I'll be holding. When you're loving me, you're loving me. And now, what's your name? Daniel Dobby. Show the board. Yeah. I am here just for the cake. Okay. So, say hi. Hi. Yes. Now we have one more dashing man here. What's your name? David. David. So, say hi. 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 Thank you. And we have. Ladies and gentlemen,
ഉണ്ടായിരുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വെഡിങ് ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂർഗിൽ ഞങ്ങൾ എങ്ങോട്ടാണ് നെക്സ്റ്റ് ഡേ പോയെന്ന് കാണുന്നത് അടുത്ത വീഡിയോയിലായിരിക്കും. സ്റ്റേ ട്യൂൺ. ബൈ ഫ്രം DMD ഫാമിലി.